வள்ளி, மருந்து சீட்டு எடுத்தாச்சா? எடுத்தாச்சு. சீக்கிரம் வா. சரி. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആട്ടെ, വല്യമ്മച്ചിയെ കണ്ടില്ലല്ലോ. സുഖല്ല, രാത്രി നല്ല പനിയും ചുമയും. പീറ്റർ വരാറില്ലേ? വിളിച്ചിരുന്നോ? ഇന്നലെ വിളിച്ചിരുന്നു. വലിയ പെരുന്നാൾ ഇങ്ങെത്തും. സമയം പോലെ ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട്. വല്യമ്മച്ചിയെ ഒന്ന് കാണണം. ആട്ടെ, ശരി അച്ചോ. ഇന്ന് റോസി തനിച്ചാണല്ലോ, അനിയത്തിയെ കൂട്ടി വന്നില്ല? ഇന്ന് വന്നില്ല. കനകേട്ടൻ ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ആസ്പത്രിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അത്യാവശ്യം വടിക്കുത്തി നടക്കാൻ പറ്റും. അപ്പോൾ ചെലവിനൊക്കെ? ഞാൻ കൊണ്ടുവന്ന് തന്നെ വേണം അടുപ്പ് പുകയാൻ. ഇന്ന് ഇപ്പോൾ ഏത് ഭാഗത്താ കൈനോട്ടം? ഇന്നത്തെ കൈനോട്ടം നടന്നില്ലെങ്കിലും ഇന്ന് പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോകണം. പലവട്ടം കയറിയിറങ്ങിയതാ. ഞങ്ങളെപ്പോലുള്ളവർക്ക് ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ ഞങ്ങളെ ആരും കാണുന്നില്ല.
നമസ്കാരം. സ്പന്ദനം കലാസമിതി സംഘടിപ്പിച്ചുള്ള ഈ നാടിന്റെ അഭിമാനമായ ശ്രീമതി വള്ളിയമ്മയെ ആദരിക്കുന്ന ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളെയും വിശിഷ്ട വ്യക്തികളെയും വേദിയിലിരിക്കുന്ന നാട്ടുകാരെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശോഭാ വാസുദേവനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ആദ്യമേ തന്നെ ഇങ്ങനെയൊരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ച സ്പന്ദനം കലാസമിതിക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ഈ വാർഡിന്റെ മെമ്പർ എന്ന നിലയിലും വള്ളിയമ്മയെ പോലെയുള്ളവരെ അനുമോദിക്കുവാനുള്ള അവസരം ലഭിച്ചതിൽ അഭിമാനിക്കുന്നു. ബഹുമാനപ്പെട്ട MLA മറ്റു പരിപാടികളിൽ പങ്കെടുക്കാനുള്ളതിനാൽ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് സ്ഥലം MLA ശ്രീ സുധീർ കുമാർ അവകളെ ക്ഷണിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് ഞാൻ വള്ളിയമ്മയുടെ വീട് സന്ദർശിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റാത്ത കാഴ്ച ഞാൻ അവിടെ കണ്ടിരുന്നു. എൻ്റെ അറിവിൽ പെടാത്തതുകൊണ്ടും വൈകിയതാണെങ്കിലും MLA ഫണ്ടിൽ നിന്ന് വള്ളിയമ്മയ്ക്ക് വീട് വെച്ച് നൽകാനുള്ള 10 ലക്ഷം രൂപ ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്ക് ആരെക്കൊണ്ട് ഉപകാരമുണ്ട് എന്ന് പറയാനാവില്ല. ആവശ്യഘട്ടങ്ങളിൽ രാഷ്ട്രീയം മറന്ന് നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കുന്നതായി ദേവാനന്ദ ആശ്രമം മഠാധിപതി ശ്രീ ദേവാനന്ദ സരസ്വതി സ്വാമിയെ ക്ഷണിക്കുന്നു. ഹരി ഓം. അഭിമാനിക്കാവുന്ന ഒരു വേദിയാണിത്. ജാതിക്കും മതത്തിനും സമ്പത്തിനും അതീതമായി എല്ലാറ്റിനും മനസ്സാണ് വേണ്ടത്. മനസ്സ് ശുദ്ധമെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അനുവാദമുണ്ടെങ്കിൽ എൻ്റെ ആശ്രമത്തിൻ്റെ വരും തലമുറയ്ക്ക് കളരി, കരാട്ടെ എന്നിവ അഭ്യസിക്കുന്നതിന് വേണ്ടി ഒരു പ്രതിഫലവും കൂടാതെ വിട്ടു നൽകാൻ തയ്യാറാണ്. വള്ളിയമ്മ അവർക്കെല്ലാം പരിശീലനം നൽകാൻ തയ്യാറാണെങ്കിൽ അവർക്കും കുടുംബത്തിനും അതൊരു ജീവിതമാർഗവും ആയിത്തീരും. നിർത്തട്ടെ. എല്ലാവർക്കും ജഗദീശ്വരന്റെ സഹായവും കടാക്ഷവും ഉണ്ടാകട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. സ്പന്ദന സെക്രട്ടറി ശ്രീമതി ഗീതാ പ്രേംദാസിനെ ക്ഷണിക്കുന്നു. ഇല്ലായ്മയിൽ നിന്ന് വള്ളിയമ്മ സ്വയം സ്വായക്തമാക്കിയ ഈ കഴിവ് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഈ കലാവേദിയുടെ വനിതാ വിഭാഗം അംഗങ്ങളെ മുഴുവൻ വള്ളിയമ്മയുടെ കീഴിൽ കളരി പഠിപ്പിക്കാൻ ഏർപ്പാടാക്കുമെന്ന് ഈ ചടങ്ങിൽ ഞാൻ ഉറപ്പു നൽകുന്നു. അടുത്തതായി ഇവിടുത്തെ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഹാജിയാരെ ക്ഷണിക്കുന്നു. സ്വന്തം ജീവൻ പോലും നോക്കാതെ ഒരു തെമ്മാടിയെ സധൈര്യം നേരിട്ട വള്ളിയമ്മക്ക് നമ്മുടെ പള്ളി കമ്മിറ്റി പിരിച്ച 25,000 രൂപ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആയതിന് ബഹുമാനപ്പെട്ട MLAയെയും പ്രസിഡന്റിനെയും ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ സന്തോഷ നിമിഷത്തിൽ വള്ളിയമ്മയ്ക്ക് നമ്മളോട് പറയാൻ എന്താണ് നോക്കാം. 2 വാക്ക് സംസാരിക്കാൻ വള്ളിയമ്മയെ ക്ഷണിക്കുന്നു. മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ഇതുവരേക്കും ഒന്നും സംസാരിച്ചിട്ടില്ല. ரொம்ப സന്തോഷം. എൻ്റെ അപ്പ
കളരിയിലൊരു ആസാനായിരുന്നു. അപ്പ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ കുറച്ചൊക്കെ പഠിച്ചത്. പിന്നെ അപ്പ ഒരു പൊണ്ണ് എന്ന നിലയിൽ എൻ്റെ ജീവിത സുരക്ഷയ്ക്കായി മുഴുവനായും എനിക്ക് പഠിപ്പിച്ചു തന്നു. ഇവിടെ നമ്മുടെ റോസിക്ക് വന്ന മാതിരി ഇനി ഒരു പൊണ്ണുക്കും വറക്കൂടാതെ. ഞാൻ തയ്യാറാണ് എന്നോട് കഴിവ് പകർന്നു നൽകാൻ. എല്ലാ സാറന്മാർക്കും ഒരുപാട് നന്ദിയുണ്ട്. വള്ളിയമ്മയുടെ മനസ്സും മനോധൈര്യവും ഈ കാലഘട്ടത്തിൽ മറ്റുള്ള സ്ത്രീ സമൂഹത്തിന് ഒരു മാതൃകയാവട്ടെ. നന്ദി, നമസ്കാരം.